സജീവൻ അന്തിക്കാട് ചോദ്യം ശരിയല്ലല്ലോ ഇട്ട് സ്വാഗതം. സജീവനാണ് ടൊവിനോവിനെ ലോഞ്ച് ചെയ്തത് അല്ലെ? ടൊവിനോ ഇപ്പൊ ഭയങ്കര നടനായത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. നമുക്കറിയില്ലല്ലോ, അത്രയും വലിയൊരു നടനായി മാറുന്ന അറിയില്ലല്ലോ. ആദ്യമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന മലയാള സിനിമ നിങ്ങളുടെ സിനിമ. അപ്പൊ ഇന്ന് സജീവൻ വന്നിരിക്കുന്നത് സജീവന്റെ ഒരു പുസ്തകം, ഇപ്പോ ഹോമോ സാപ്പിയൻസ് പുസ്തകത്തിൽ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു സിനിമയുടെ അന്തരീക്ഷവും നമ്മുടെ മലയാളികളുടെ ആശയം ലോകത്തില് സിനിമകളും സിനിമാ ഡയലോഗുകളും പല ഇപ്പൊ മൈത്രയും വൈശാഖൻ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയായിട്ട് കണ്ടു. അപ്പൊ അത് ബോധപൂർവമാണോ? അല്ല, അത് ഇതിന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മളൊരു 10ാം ക്ലാസ് പഠിച്ചിട്ട് പഠനം നിർത്തിയ ഒരാൾ, പക്ഷെ അയാൾക്ക് വായനാശീലം ഉണ്ടാവും. അയാൾ വായിക്കുമ്പോൾ അയാൾ അയാൾ മടുപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ മടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള ചെയ്യുന്നത്. ഇംഗ്ലീഷ് വായിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും, ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും, മലയാളം തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് നമ്മൾ ഇത്തരം സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ബോധപൂർവ്വം ഒന്നും ഉപയോഗിക്കും, നമുക്ക് അറിയാതെ വരുന്നതാണത്. അത് അങ്ങനെ വരാനൊരു വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ കുറേ ജാടയൊക്കെ മാറ്റി വെച്ചാൽ മതി. നമുക്ക് കുറേ നമ്മുടെ ഭാഷ, മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഈ തോറ്റംപാട്ട് കേട്ടാലൊക്കെ അറിയാം, അതിനാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭാഷ. അപ്പോൾ സംസ്കൃതം അധികം ഇല്ലാതെ സംസ്കൃതം അവിടെ പല എഴുത്തു ഭാഷകളിലൊക്കെ ഉണ്ടാവും, പക്ഷേ ആ പാട്ടുകളിലൊന്നും നിങ്ങൾക്ക് സംസ്കൃതത്തിൻ്റെ പദങ്ങൾ കാണാൻ കഴിയില്ല. തമിഴിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാർ സംസാരിക്കുന്ന ഇത് കൂടിയാണ് അവർ ചെയ്യുക. തോറ്റം പാട്ടുകൾ പോലുള്ള പാട്ടുകളൊക്കെ, വടക്കൻ പാട്ടുകളൊക്കെ കാണാൻ സാധാരണ മലയാളമായിരിക്കും. സംസ്കൃതം കടന്നു കഴിയുന്നേക്കാലം മുമ്പുള്ളതാണത്. സംസ്കൃതത്തിലെ പാട്ട് ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് വാക്കുകൾ സംസ്കൃതം വാക്കുകളാണ്. നമ്മളപ്പോൾ ബോധപൂർവം അത്തരം വാക്കുകൾ ഒഴിവാക്കിയാൽ തന്നെ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. കുറേ നമുക്കത് ആളുകളെന്ന് വെച്ചാൽ നിങ്ങളൊരു എഴുത്തുകാരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ നിങ്ങളെ ആളുകളെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ആ കടിച്ചപ്പൊട്ടാത്ത രീതിയിൽ എഴുതിയാലും മതിയാവും എന്നുള്ളൊരു ധാരണയുണ്ട് നാട്ടിൽ. ഇല്ല, അത് അതിനെങ്ങനെയാണ് നിങ്ങൾ എഴുതുക? നിങ്ങൾ എഴുതുന്ന വാക്കുകളും നിങ്ങൾക്ക് സംസ്കൃത പദങ്ങളും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. എന്താ മലയാളമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വ്യാകരണം മാറ്റാത്തതുകൊണ്ടാണ്. മനസ്സിൽ ഞാൻ ഒന്നുമില്ല, സിമ്പിളാക്കി പറഞ്ഞത്. അതായത് ഒരു കുടിയേറ്റ ഭാഷ ഇവിടെ വരുന്നു, ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് ഭാഷയിലും ഇവിടെ വരുന്നു. ഈ കുടിയേറ്റ ഭാഷ വരുമ്പോൾ ആ കുടിയേറ്റ ഭാഷയ്ക്ക് ഒരു വ്യാകരണം ഉണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ അവർ നമ്മളിങ്ങനെ ഇടപഴകി ഇവിടുത്തെ പ്രാദേശിക ജനതയും അവരും തമ്മിൽ ഇടപഴകുമ്പോൾ ആണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുക. അങ്ങനെയാണ് അവരുടെ വാക്കുകൾ ഇങ്ങോട്ടും ഇവരുടെ വാക്കുകൾ അങ്ങോട്ടൊക്കെ കലരുക. അങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ കറന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, പോർച്ചുഗീസ് പദങ്ങൾ ഒരുപാടുണ്ട്. ഇതുപോലെ നമ്മുടെ ഭാഷയിലെല്ലാം ഉണ്ടല്ലോ. ചില ഭാഷകൾ എങ്ങനെയല്ല ചെയ്യും, ഈ ഭാഷകൾ ചിലർ കീഴടങ്ങി പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ തന്നെ വ്യാകരണം ഉപയോഗിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇംഗ്ലീഷുകാരുടെ വ്യാകരണം എന്ന് വെച്ചാൽ രാമൻ കൊന്നു പാമ്പിനെ എന്നല്ലേ പറയാ. നമ്മളിപ്പോ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയും. ഇത് സ്വീകരിച്ച് അവരുടെ ആ ഭാഷയുടെ എല്ലാം കൂടി സ്വീകരിക്കും. വ്യാകരണം പോലും സ്വീകരിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയാണ് ഭാഷകൾ ഇല്ലാണ്ടായി പോവുക. കേരളത്തിൽ പക്ഷെ അങ്ങനെയല്ല, മലയാള ഭാഷ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. വ്യാകരണം എടുത്തില്ല, പദങ്ങൾ എടുത്തു വെച്ചിരിക്കുക. പക്ഷെ ഈ മലയാള ഭാഷ കുറെയൊക്കെ ഒരു പ്രോട്ടോ ദ്രവീഡിയൻ പ്രോട്ടോ ദ്രാവിഡിയൻ വ്യാകരണമാണ്. വാക്കുകൾ ഒരു ധാരാളമായിട്ട് സ്വീകരിച്ചിരിക്കുക. അതൊരിക്കലും അൺസ്റ്റോപ്പബിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിനെ തടഞ്ഞു നിർത്താനും പറ്റില്ല. പക്ഷെ ഈ തോറ്റപ്പാട്ടുകളൊക്കെ മുമ്പുണ്ടായുള്ളത് കൊണ്ട് അല്ല, അതൊക്കെ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളായിരുന്നല്ലോ. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരുന്നു. അവർ തലമുറകളായിട്ട് പറന്നു വരുന്ന അവർ അതേപോലെ തന്നെ പാടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അവർക്ക് വിദ്യാഭ്യാസിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പോ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാവും ചെറുശ്ശേരി. അതിൽ വളരെ ലളിതമായ ഇതാണ് നമ്മൾ കാണാം. എന്നാ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വരുമ്പോൾ കഥ മാറി. ഭാഷയെല്ലാം എങ്ങനെയാണ് സംസ്കൃതത്തിന്റെ പദങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലെന്ന് അതിൽ കാണാം. ഇതിലെന്ന് പറഞ്ഞാൽ ഓമനയായി വളർന്നു നിന്നിടുന്ന രാമനും പിന്നെയ കാർവർണ്ണനും എന്നൊക്കെ പറഞ്ഞ നിസാര വാക്കുകളായിരിക്കും. അപ്പുറത്തേക്ക് കടന്നാൽ വേറൊരു വാക്കുകളാണ് വരിക. സംസ്കൃതത്തിന്റെ ഒരു ഭയങ്കര അതിപ്രസരം നമ്മളതിൽ കാണാൻ കഴിയും. ഇതിപ്പോ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് ആണ്, നമ്മളെന്തോ അറിയാം. അല്ല, അത് കുഴപ്പമില്ല. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത പുസ്തകത്തിന്റെ പ്രത്യേകത പറയാൻ കാരണം ഇത് കണ്ട ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ കേട്ടു. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ ആണ് എളുപ്പം, സിമ്പിൾ ആയിട്ട് പറയാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനാണ് എളുപ്പം.
സിമ്പിളായിട്ട് പറയാൻ സത്യമാണ്. അല്ലേ? അത് ചിലപ്പോൾ അതിന് വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ചില ആളുകളുടെ പണ്ഡിറ്റ് നിലവാരം കൂടുമ്പോഴേ അവർക്ക് അങ്ങനെ പിന്നീട് കഴിയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കുറേ ആളുകൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കുറേ കാലം ബോംബെയിലൊക്കെ പോയി നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആളുകളുടെ അവരുടെ മലയാളം വേറെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ അതുപോലെ ഇവർ പണ്ഡിതന്മാരായിട്ടുള്ള ചർച്ച ചെയ്തിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഹരാരി പറയുന്നത് കേട്ടോ. ഹരാരി ഒരിത്തിരി പറയുന്നത് വെച്ചാൽ ഈ ഇതിലൊരു ബോർഡ് മീറ്റിംഗ് ഒരു ബോർഡ് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു, വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞരൊക്കെ. അപ്പോൾ അവിടേക്ക് ചായ കൊണ്ടുവരുന്ന ആൾ പ്രതീക്ഷിക്കുക അവർ ആണവ ഊർജ്ജത്തെ പറ്റിയായിരിക്കും പറയേണ്ടത്, അല്ലെങ്കിൽ ഐൻസ്റ്റീനെ പറ്റി സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അയാൾ ചായം കൊണ്ടുവരിക. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അയാൾ കേൾക്കാൻ പോകുന്നത് അവരുടെ ഒരു സഹപ്രവർത്തകയുടെ ഭർത്താവിനെ വേറൊരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതായ കഥയോ, അല്ലെങ്കിൽ വേറൊരു സഹപ്രവർത്തകൻ ഗവേഷണ ഫണ്ട് തട്ടിയെടുത്ത് കാറ് പിടിച്ച കഥയായിരിക്കും പറയാം. പരദൂഷണമാണ് അധികം പറയാൻ സാധിക്കും. ഈ പുസ്തകത്തിലുണ്ട്. അല്ല, പക്ഷെ പരദൂഷണം ഭയങ്കര മോശമായിട്ടല്ല ആൾക്കാർ പറയുന്നത്. പരദൂഷണമാണ് മനുഷ്യനെ ഒരുമിച്ച് നിർത്തിയെന്നാണ് അദ്ദേഹം ഒരു കാരണം. ഭാഷയുടെ ഒരു കഴിവ് പ്രയോഗിക്കപ്പെടുന്നത് പരദൂഷണത്തിലാണ്. നമുക്കൊരു 50 പേരടങ്ങിയൊരു സംഘത്തെ കൊണ്ടുപോകണമെങ്കിൽ, ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പുറത്തുള്ള ആനയെയും മയിലിനെയും ഒട്ടകത്തിനും കഥ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകളിൽ ആരൊക്കെ നല്ലവൻ, ആരൊക്കെ നമ്മളെ ചതിക്കും, നാളെ ആരും ചതിക്കാതെ അറിയില്ലല്ലോ, അതുപോലെ ആരൊക്കെ നമ്മളെ കട്ടയ്ക്ക് നിൽക്കും, ഇതൊക്കെ പറയുക എന്നുള്ളതാണല്ലോ പരദൂഷണം. മനുഷ്യനെ പറ്റി പറയുന്നത് ഇതാണ്. സംഘങ്ങളെ ഒരുമിച്ച് നിർത്തിയെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളുടെ ചെറിയ ബാൻസ് ഇല്ലേ, 50 പേരുള്ള 60 പേരുള്ള സംഘങ്ങളെ. അപ്പം നമുക്ക് 50 പേരുള്ള സംഘത്തിന് ഡയറക്റ്റ് 1 to 1 ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് എത്രയുണ്ടെന്നുള്ളതാണ്. ബന്ധങ്ങൾ 1225 പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പോൾ അതുപോലും 1 to 1 പോലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരദൂഷണങ്ങൾ എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മനുഷ്യർ ഒരുപാട് കാലം ഈ സാധനത്തിൽ കൊണ്ടുപോയി. അതുകൊണ്ട് പരദൂഷണത്തിന് വലിയ സംഭവം ഉണ്ടെന്ന് പറയണത്. പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. പരദൂഷണം ഇല്ലെങ്കിൽ കമ്പനി പിളർന്ന് പോകും. ഈ പരദൂഷണത്തിൽ എന്താണ് ഇങ്ങനെ ഈ പ്രേമത്തിനും ഒക്കെ ഇത്ര വലിയ സ്ഥാനം? പരദൂഷണം തന്നെ ഇപ്പോഴും മാധ്യമങ്ങളിൽ മുഴുവൻ വരുന്നത്. നിങ്ങൾ മര്യാദയ്ക്കാണെന്ന് നിങ്ങളെ പറ്റി വല്ല വാർത്തയും വരുമോ? കൃത്യമായി ജോലി ചെയ്യുന്ന ആളെ പറ്റി വല്ല വാർത്തയില്ല, ഒന്നുമില്ലല്ലോ. നേഴ്സുമാരുടെ ഒരു സമ്മേളനം നടന്നു, സമതയൊക്കെ കേട്ടില്ലേ? അവരെക്കാളും സമതിക്കാനുള്ള ഏറ്റവും കൂടുതൽ ആളെ കൂട്ടുകൊണ്ടുള്ളത് കാന്തപുരമൊക്കെ നിൽക്കുന്ന ഒരു വേദി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 10,000-കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ആയിരുന്നു ഈ മിനിഞ്ഞാന്ന് തൃശ്ശൂർ നടന്ന ഈ നഴ്സുമാരുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ. അവിടെ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ആകെ മറുനാടൻ മലയാളിയുടെ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും വന്നില്ല. അത് എന്നിട്ടൊരു പയ്യനാകെ ഇത് പറയണ്ടായിരുന്നു. അവർ പറയണത് വെച്ചാൽ ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാൻ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ പരസ്യം കൊടുക്കാത്തതുകൊണ്ടാണെന്നൊക്കെ ഇവർ പറയുന്നത്. ആക്ച്വലി അതല്ല, അത് എൻ്റെ അഭിപ്രായം. എന്താണ്? നഴ്സുമാരെന്ന് പറഞ്ഞാൽ ഒരു നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഉത്തരവാദിത്തത്തോടു കൂടി ക്രമമായി പോകുന്ന ആളുകളാണ്. ക്രമമായി പോകുന്നവരെ മാധ്യമത്തിന് ഇഷ്ടമില്ല. എവിടെയൊക്കെ ക്രമം തെറ്റുന്നു മനസ്സിലായി. അതാണ് ഈ സിനിമയിലൊക്കെ. അപ്പൊ ആൾക്കാർക്ക് എന്ന് വെച്ചാല് ക്രമമായി പോകുന്ന ഒരു വാർത്തയല്ല, അക്രമമായി പോകുമ്പോഴാണ് ഓർഡർ തെറ്റണം. പ്രകൃതി പോലും അങ്ങനെയാണ്. പ്രകൃതി പോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രകൃതി ഒരു പ്രത്യേക പ്രകൃതി എൻട്രോപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന പറയാം ഫിസിക്സിൽ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ക്രമരഹിത അവസ്ഥ കൂട്ടാനാണ് നോക്കുക. നമ്മളൊരു പഴം എടുത്തു, തൊലി ഉരിഞ്ഞു, നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ പറയും വേണ്ടാന്ന് പറയും. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ പറയാം ഇപ്പോൾ വേണ്ട എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പഴം പഴ പോലെ ആക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, കാരണം അത് ക്രമരഹിതമായ അവസ്ഥയിലേക്ക് പ്രകൃതി പോകുള്ളൂ. പ്രകൃതിയിലെ എല്ലാ സംഭവങ്ങളും മുട്ട പൊട്ടിച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും പഴയ പൊട്ടേക്കാൻ പറ്റില്ലല്ലോ. അതാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിന് മാത്രമേ മാധ്യമങ്ങൾ ഒപ്പം നിൽക്കുള്ളൂ. അപ്പോൾ ഈ നഴ്സിംഗ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ക്രമമായി ഉത്തരവാദിത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവിടെ യാതൊരു ന്യൂസും ഇല്ല, ഒന്നുമില്ല. അതാണ് പറയണത്. അപ്പൊ പരദൂഷണങ്ങളിലാണ് ഇപ്പോഴും മാധ്യമങ്ങൾ, പരദൂഷണം അതുപോലുള്ള സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇത്ര പേര് കിട്ടാൻ കാരണം എന്താ? പരദൂഷണമാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവം.
ഇന്നും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം 50 പേരുള്ള സംഘങ്ങളെ പറ്റിയിട്ട് അവരൊരുമിച്ച് നിർത്തിയിരുന്ന ഇതാണ് പറഞ്ഞത്. പക്ഷെ അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് വലിയ പാർട്ടികളെയും വലിയ സമൂഹങ്ങളെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി ബലിയാടക്കപ്പെടുന്ന ആളുകളാണ്. പക്ഷെ പരദൂഷങ്ങൾക്കും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആക്ച്വലി ശരിക്കും സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത് കെട്ടുകഥകളാണ്. നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യൻ ഇതിൽ കഥ പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ പാപമോചനത്തിനായി യേശു കുരിശിലേറി എന്നുള്ള കഥയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ, ലോകത്തിൽ ഇപ്പോൾ ഒരാളും പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ആരും അറിയാതെ തന്നെ നിങ്ങൾ കുരിശ് യുദ്ധത്തിന് പോയിട്ടുണ്ടാവും. കൂടെയുള്ള ആളെ നിങ്ങൾ ഒരു കാലത്ത് പരിചയം ഉണ്ടാവില്ലേ. അങ്ങനെ മനുഷ്യരെ ഇത്തരം ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകളുമാണ് മനുഷ്യരെ ഇത്രയും വലിയ അളവിൽ സഹകരിപ്പിച്ചത്. ചെറിയ അളവിൽ അതൊക്കെ പുള്ളി ഇതിൽ പറയും. ഈ കഥകളുടെ ഞാൻ നേരത്തെ ഒരു യുക്തിവാദിയായിരുന്നു, അല്ല ഇപ്പോഴും ആണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ആര്? നിങ്ങൾ ഇന്ന് യുക്തിവാദിയല്ലേ? ഇപ്പൊ എന്താ അങ്ങനെ പറയണത്? യുക്തിവാദം അങ്ങനെ മാറില്ലല്ലോ. യുക്തിവാദത്തിനും ഇതില്ല, മനുഷ്യന് മാറാൻ പറ്റും. അപ്പോഴും യുക്തിവാദം അവിടെ ബാക്കിയുണ്ടാവും. അതായത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പൊതുവെ ഈ കഥകളുടെ ലോകവും യുക്തിവാദവും തമ്മിൽ അങ്ങനെ യോജിക്കുന്ന ഒരു അല്ല, പുതിയ നമുക്ക് കഥകളില്ലാതെ മനുഷ്യന് പുതിയ കഥകൾ അവതരിപ്പിക്കാമെന്ന് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. കഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ പുതിയ കഥകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ കഥയ്ക്ക് പിന്നീട് പ്രമേയം കിട്ടുമ്പോൾ പഴയ കഥയുടെ പകരം പുതിയ കഥ വരാതെ ചെയ്യും. ഇപ്പം നമ്മളൊരു രാജാധികാരം ദൈവദത്തമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായിരുന്നു നമ്മൾ പഴയ ഒരു കഥ. ഫ്രാൻസിലെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് എന്താണ്? അവർ വിശ്വസിച്ചിരുന്ന കഥ എന്ന് വെച്ചാൽ രാജാധികാരം ദൈവദത്തമാണ് എന്ന കഥയിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വക്കീലന്മാർ പുതിയൊരു കഥ അവതരിപ്പിക്കുകയാണ്. അത് നമുക്കറിയാം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ കഥയാണ് അവർ പുതിയ കഥയായിട്ട് അവതരിപ്പിക്കുന്നത്. കഥകൾ തന്നെയാണ് ഇതൊക്കെ. ഈ പുതിയ കഥയിലെ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് പഴയ കഥ ഇല്ലാണ്ടായത്. ശരിയാണല്ലോ. നമ്മൾ സഹോദരൻ അയ്യപ്പൻ അവതരിപ്പിച്ചൊരു കഥ നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ എഴുതുന്നുണ്ട്. അതായത് 1917 വരെയും 18 വരെയുള്ള കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു ജാതിയിൽപ്പെട്ടവർ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിക്കാരോട് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഹോട്ടലുകളിലൊന്നും അങ്ങനെ എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ഹോട്ടലുകളൊന്നും 1900-ൻ്റെ ആദ്യകാലങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നില്ല. മനുഷ്യർ തമ്മിൽ ഇത്ര അകലെ പോകണം എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കഥയാണ് നല്ലത് വെച്ചാൽ അത് അയിത്തുണ്ടാക്കും. അത് അങ്ങനത്തെ ഒരു കഥയിൽ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലത്താണല്ലോ ഇദ്ദേഹം 1919 കുറച്ച് പോലയന്മാരെ വിളിച്ചിരുത്തിയിട്ട് ഒരു പന്തി ഭോജനം നടത്തുന്നു. ഈ പുതിയ കഥ ഇത് പന്തി ഭോജനം നടത്തിയതിന് ശേഷം എന്താ നാട്ടുകാർ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഈ ഇത് നടത്തിയത് അറിയാലോ. ഇവിടെ നമ്മുടെ അടുത്ത് പറവൂർ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടപ്പുറം ഉണ്ടല്ലോ, അവിടെ ചെറായിൽ അങ്ങോട്ടല്ലേ നടന്നത്. ചെറായി എന്ന് പറഞ്ഞ അവിടെയാണ് നടന്നത്. അപ്പോൾ അത് കടലിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമായിരുന്നു. ഇങ്ങനെ ഒരു ഈഴുപജാതിക്കാർ പലയന്മാരെ ഇരുത്തിയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ചെറായി ദേശം കടലെടുക്കൊന്നും ഉണ്ടായില്ല, കൊടുങ്കാറ്റും ഉണ്ടായില്ല, ഭൂകമ്പം ഉണ്ടായില്ല. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ പുതിയ കഥ കുഴപ്പമില്ല എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേര് പിന്നീട് NSS അടക്കമുള്ള സംഘടനകൾ, SNDP അടക്കമുള്ള സംഘടനകൾ, പിന്നീട് സഹോദര സംഘം പോലെയുള്ള സംഘടനകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള പന്തിഭോജനങ്ങൾ നടത്തിയാണ് കേരളം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായി മാറിയത്. പഴയ കഥകൾ പുതിയ കഥകൾ വരുന്നു. ഇപ്പം നമ്മൾ സമത്വത്തിൻ്റെ ഒരു കഥയിൽ പുതിയ കഥയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, ഈ കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇതിപ്പം ഇതും യുക്തിഭദ്രമല്ല എന്നുള്ളതാണ്. ഇത് പുതിയ കഥയാണ്. യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ്? ശരിക്കും യാഥാർത്ഥ്യം വെച്ചാൽ മനുഷ്യരെ യാഥാർത്ഥ്യം, അതായത് നമ്മൾ വ്യക്തി എന്നുള്ള ഇതിൽ ഇപ്പോൾ പുഴകൾ, മലകൾ, അല്ലെങ്കിൽ പർവ്വതങ്ങൾ, മറ്റ് ജീവികൾ, ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഐത്തം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കഥകളല്ലേ. അത് ആ ഭാവനയിൽ മാത്രമല്ല അല്ലേ. മനുഷ്യൻ്റെ നിങ്ങളും ഞാനും അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഭാവനകളാണ്. ഒരുമിച്ച് എല്ലാവരും ഷെയർഡാണത്. അല്ല, അത് ഞാൻ അതിലോട്ടാണ് വരാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ഹരാരി പൊതുവെ നമ്മൾ സബ്ജക്റ്റീവ് റിയാലിറ്റി, ഒബ്ജക്റ്റീവ് റിയാലിറ്റി,
ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അദ്ദേഹത്തിന്റെ ടേം ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഒരു ഭയങ്കര രസമുള്ളൊരു, അങ്ങനെ അതിൽ വരുന്നതാണല്ലോ ഈ പണം, സമൂഹം. ഈ പണം എന്നൊക്കെ പറയണത്, പണത്തിന് വില ഉണ്ടാകുന്നതിന്റെ കാരണം വെച്ചാൽ നിങ്ങളും ഞാനും എല്ലാവരും അതിന് ഷെയർ ചെയ്തിട്ട് അംഗീകരിക്കുന്ന ഒരു കഥയാണത്. ഒരു കഥയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കഥ. സത്യത്തിൽ അത് ഒരു അതിന്റെ മൂല്യം, അല്ലെങ്കിൽ അതിപ്പോ ഒരു ദിവസം രാത്രി നമ്മുടെ പ്രധാനമന്ത്രിക്ക് തോന്നിയതുപോലെ 2000 നോട്ടിന് വേണ്ട തീരുമാനിച്ചാൽ ആ പടമില്ല പിന്നെ. അപ്പൊ അതില് നമ്മൾ ഇതുവരെ വിശ്വസിക്കുന്ന വെച്ചാൽ ഞാൻ ഇതാ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞിട്ട് റിസർവ് ബാങ്കിന്റെ ഗവർണറോ പ്രസിഡന്റോ ഒപ്പിട്ടാൽ അതിന് 2000 വരെ വില ഇട്ടത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു. ആ പാടി പിന്നെ അതിന് ആ ഒപ്പിട്ട ആള് തന്നെയും അതായത് ഭരണചക്രം തന്നെ പറയും അതിന് വിലയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ഷെയറായിട്ട് അതേ യാഥാർത്ഥ്യം അംഗീകരിക്കണം. അപ്പൊ അതിന് വിലയില്ലുണ്ടായി, അപ്പൊ അത് വെറും കടലാസായി. അതാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ അത് കടലാസാണ്. അല്ലെ, ഞാൻ ഞെട്ടിയ 2-3 കാര്യങ്ങളുണ്ട് ഇതില്. ഇപ്പൊ ഈ പുസ്തകത്തിലും കണ്ടു, അതായത് മനുഷ്യൻ മരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ആശയങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അഗ്രികൾച്ചർ ഉണ്ടാവുന്നതിന് മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ജീവിത സാഹചര്യം ഇന്നുള്ള മോഡേൺ മനുഷ്യനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ള രീതിയിലുള്ള, അവന് വളരെ കുറച്ച് സമയം ജോലി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കുറെ കൂടി ഇന്നത്തെ ജീവിതാവസ്ഥയിലല്ല, അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന പ്രകൃതി ഇന്നത്തെക്കാളും അവർക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയുള്ള ഇതായിരുന്നു. ഇന്ന് ചൈനയിലെ ഒരു സ്ത്രീനെ, ഒരു ഉദാഹരണം, ചൈനയിലെ ഒരു സ്ത്രീ കാലത്ത് 6 മണിക്ക് എഴുന്നേൽക്കുന്നു, അത്യാവശ്യം ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ 10 മണിക്കൂർ ജോലി കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്. അതേസമയം ഒരു ഫോറേജറായ, അതായത് പെറുക്കിത്തീരിയായ പ്രാചീന സ്ത്രീ, അവള് 2-3 കൂട്ടുകാരികളോടൊപ്പം എന്തെങ്കിലും പറക്കാൻ ഇറങ്ങും, എന്തെങ്കിലും പറക്കി തിന്നാൻ ഇറങ്ങും, തവളേനെ പിടിക്കുകയോ കൂണ് സംഭരിക്കുകയോ എന്തെങ്കിലും ഒരു ചെടിയുടെ വേര് മാന്തി അതിൽ കിഴങ്ങുണ്ടോ എന്ന് നോക്കുകയും കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ യാതൊരു കഷ്ടപ്പാടും വന്ന് ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്നു പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വകാര്യ സ്വത്തിൻ്റെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ ഒരു, സ്വകാര്യ സ്വത്തില്ല, സ്വകാര്യമായ കുടുംബമില്ല. അധികം നമുക്ക് പറയാൻ കഴിയില്ല അവർ എങ്ങനെയാണ് കുടുംബങ്ങൾ ഉണ്ടാക്കിയില്ല, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അറിയാവുന്നിടത്തോളം അവർ ഏക ദാമ്പത്യമായിരുന്നില്ല പുലർത്തിയിരുന്നതെന്ന് നമുക്കറിയാം. ദാമ്പത്യം പുലർത്തിയിരുന്ന ആളുകളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് പോലും ആളുകൾ 2 രീതിയിലും ജീവിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീരാമൻ സീതേനെ ഒഴിച്ച് വേറൊരാളെയും പ്രേമിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അറിയാലോ, ഒറ്റ ആളെ പോലെ ഒരു ഏക പത്നി വ്രതക്കാരൻ ഉണ്ടായിരുന്നില്ല. എന്നാ ശ്രീരാമന്റെ അച്ഛനാ 4 ആളുണ്ടായിരുന്നു. ബാക്കി അന്തപുരത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫോറേജേഴ്സും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവര് ഒരു കൂട്ടം സ്ത്രീകൾ, ഒരു കൂട്ടം പുരുഷന്മാർ, ഇന്ന ആളുകൾക്ക് ഇന്ന ആളെന്നില്ല എന്ന രീതിയിലായിരിക്കാം കൂടുതൽ ജീവിച്ചിരിക്കുന്നത് നമുക്ക് കരുതാവുന്നതാണ്. അപ്പൊ ആ പ്രശ്നങ്ങളും ഇല്ല, കുടുംബ പ്രശ്നങ്ങളില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അനുഭവിച്ചിരുന്നത് ഫോറേജ്, ഈ പറഞ്ഞ പെറുക്കിത്തീനികളും ഹണ്ടർ ഗാദറേഴ്സ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കണക്കിനും നോക്കുമ്പോ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വികസനം എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളക്കഥയാണ്. അല്ല, അത് വികസനം വേറൊരു സംഭവമാണ്. പക്ഷെ ഈ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കാലക്രമേണ വന്നതാണല്ലോ. ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ആൾക്കാർക്ക് പറ്റിയ അബദ്ധം കൃഷി ചെയ്യാൻ ആരംഭിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യർ രക്ഷപ്പെട്ടു പോയാണ്. മറ്റേ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി, ഭക്ഷണത്തിന് പ്രതിസന്ധി ഉണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അപ്പുറത്തെ ഏരിയയിലേക്ക് പോകാമായിരുന്നു. ഒരു കൃഷിക്കാരന് അത് കഴിയില്ല. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ, അതായത് അവൻ അവിടെ തന്നെ ആ പാടത്താണല്ലോ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവനവിടെ കെടുക്കുകയാണ്. അപ്പോൾ അവനെപ്പോഴും ആദിയാണ്. മഴ കൂടുതൽ പെയ്യും, വെയിൽ കൂടുതലുണ്ടാവും, അവൻ്റെ ആദിയാണ് അവന്. അല്ലെങ്കിൽ ഈ കള്ളന്മാർ വന്നിട്ട്, അതായത് അടുത്ത് വേറൊരു ഗോത്രം വന്നിട്ട് അത് കട്ടുകൊണ്ട് പോകും. ഇതാകെ പ്രശ്നമാണ് അവൻ. അപ്പോൾ അവന് അവിടെ അത് ഇട്ട് പോകാൻ കഴിയില്ല. ഒരു തവണ കൃഷി നശിച്ചാൽ പോലും അവനവിടെ ഇട്ട് പോകാൻ കഴിയില്ല. കാരണം ബൈബിളിൽ പറയുന്നുണ്ടല്ലോ,
നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ്, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഇവർക്കില്ല. അങ്ങനെ കൃഷിയാണ് മനുഷ്യനെ ചതിച്ചത്. കൃഷി ആളുകൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് അവിടെ അതിൽ നിന്ന് പിന്നെ മോചനം വീണ്ടും പോകാൻ കഴിഞ്ഞില്ല. ആകെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് പഴയ ഓർമ്മകൾ വരുമ്പോൾ ഒന്ന് വേട്ടയാടാൻ പോയി വരാതല്ലാതെ വേറെ ഒന്നും നടക്കൂല. അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ അതിൽ പെട്ടുപോയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതി. മാനവ ചരിത്രത്തിലുണ്ടായിരുന്ന ആദ്യത്തെ ചതി എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയാണ് മനുഷ്യനെ ഒതുക്കിയത്, ഈ ലെവലാക്കിയത്. പിന്നെ കൃഷിയിൽ നിന്നാണ്, കൃഷിയുള്ളപ്പോൾ കൊണ്ടാണ് ഈ രാജാവൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിൽ കാവൽ നിർത്തിയ ആളുകൾ, കൃഷിയിടത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി കാവൽ നിർത്തിയ കരുത്തന്മാരായ ആളുകൾ, ഈ കരുത്തന്മാരായ ആളുകളിൽ നിന്നാണ് പിന്നീട് പടയാളികൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ ഇത് ഞങ്ങൾ രക്ഷിച്ചു തരാമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇവർ തന്നെ 2-3 ഗോത്രങ്ങളുടെ കൃഷി ഏറ്റെടുക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടുത്തെ ഒരു നാടുവഴിയായി കഴിയാണ്. കർഷകൻ ഉൽപാദനത്തിലൂടെ ഉണ്ടാക്കിയ മെച്ചം, കാർഷിക മിച്ചം വരുന്ന അതുമ്പോഴാണ് ഈ രാജാക്കന്മാരും ബുദ്ധിജീവികളൊക്കെ പണിയെടുക്കേണ്ടി ജീവിച്ചത്. അല്ലെങ്കിൽ ഇവിടെ കലിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കൃഷിക്കാരൻ അനുഭവിക്കേണ്ട പണം ഈ പറഞ്ഞ കാവലെന്ന് പറഞ്ഞിട്ടും ടാക്സ് എന്നും പറഞ്ഞ് പേടിച്ച് പണിയെടുക്കാണ്ട് സൂചിച്ച ആളുകളിൽ നിന്നാണ് കലാകാരന്മാരും ഇവർക്ക് ദാർശനികരൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടണമെങ്കിൽ ഇത് വേണ്ടേ, ആരെങ്കിലും വേറെ പണിയെടുക്കട്ടെ. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഒരു വലിയ വിഭാഗം ആളുകൾ പണിയെടുക്കാനാണ് ജീവിക്കുന്നത്. കാരണം കുറച്ച് പേര് അധ്വാനിച്ചാൽ മതി. ഈ സ്ത്രീകളെയും ഈ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നത് കൊണ്ടാണോ സ്ത്രീകൾക്ക് പോലും ഈ ദുരവസ്ഥ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല? സ്ത്രീകളുടെ കാരണം ഈ മനുഷ്യന്റെ ശക്തി ഇപ്പോൾ ട്രൈബായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒന്നാമത്തത് കുടുംബമില്ല. അപ്പം സ്ത്രീ ഒരു പുരുഷന്റെ സ്വത്തായി മാറിയിട്ടില്ല എന്ന് മാറിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരാളുടെ അല്ലല്ലോ. അപ്പം പിന്നീട് സ്ത്രീ ആരുടെയെങ്കിലും ആദ്യം കുടുംബത്തിൻ്റെ, പിന്നെ സമൂഹത്തിൻ്റെ, പിന്നെ മതത്തിൻ്റെയും ഒക്കെ സ്വത്തായി മാറുകയാണല്ലോ. അപ്പം ആ കാര്യത്തിലും സ്ത്രീകൾക്കും കൃഷിയുടെ തുടർന്നാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒറ്റയ്ക്ക് മനുഷ്യനൊന്നുമില്ല. ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും തമ്മിൽ നേരിട്ട് നിന്നാൽ പപ്പടം കീറുന്ന പോലെ അല്ലെങ്കിൽ പൊറോട്ട കീറുന്ന പോലെ മനുഷ്യരെ അവർ കീറിക്കളയും. പക്ഷെ ഒരു 150 ചിമ്പാൻസിയും 150 മനുഷ്യനും വന്നു കഴിഞ്ഞാൽ നിയമങ്ങൾ മാറിപ്പോകും. അവിടെ സാമൂഹ്യമായ ബന്ധങ്ങളാണ് അവിടെ വിജയത്തെ നിർണ്ണയിക്കുക. ഒരു 10,000 ചിമ്പാൻസികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി ജാഥ നടത്തി കൊണ്ടുവരാൻ പറ്റില്ല. അവനവിടെ അരാജകത്തുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയും. പക്ഷെ ലക്ഷക്കണക്കിന് പേരെ നമുക്ക് മനുഷ്യരെ ഒരു പ്രത്യേക കഥയുടെ പേരിൽ ഒരുമിച്ച് അവിടെ നിർത്തിയിട്ട് അച്ചടക്കത്തോടുകൂടി കൊണ്ടുവരാൻ കഴിയും. ഈ സാധനം വർക്ക് ചെയ്യുമ്പോഴാണ് ചിമ്പാൻസി 10,000 ചിമ്പാൻസിയും 10,000 മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിമ്പാൻസി ഈസി ആയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഭാഷയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ മനുഷ്യ ശിശു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന് പൂർണ്ണ വളർച്ച എത്താതെ പ്രസവിക്കുന്നത് കൊണ്ടാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിലാണ് മനുഷ്യൻ ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നത്. ഈ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ ജനനം എന്ന് പറയുന്നത് ഏകദേശം അത്യാവശ്യം പൂർണ്ണ വളർച്ച എത്തിയ പോലെ തന്നെയാണ്. കഴിഞ്ഞാൽ പൊടുന്നതിനെ ഏറ്റു നിൽക്കുന്ന അങ്ങനെയാണല്ലോ. മനുഷ്യരെന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയാതെയാണ് ജനിക്കുന്നത്. ഈ നമ്മുടെ ചാനലിൽ തന്നെ പണ്ടൊരു വലിയ ചർച്ച ഉണ്ടായതാണ് നാച്ചുറൽ സെലക്ഷൻ. ഇങ്ങനത്തെ ഒരു ജീവി എങ്ങനെ, തീരെ ചെറിയ കുട്ടിയല്ലേ, അതിന് രക്ഷയില്ല, എങ്ങനെ നാച്ചുറൽ സെലക്ഷനിൽ അതിനൊരു ചാൻസ് കിട്ടും? അത് നാച്ചുറൽ സെലക്ഷൻ അവിടെ അല്ല പറയേണ്ടത്. ഈ ആദ്യം നമ്മുടെ തല വലുപ്പം കൂടുതലാണ്, നമുക്ക് തലച്ചോറിന് വലുപ്പം കൂടുതലാണ്, അറിയാലോ. കുട്ടികളുടെയും തലച്ചോറ് വലുപ്പം. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ 4 കാലിൽ നിൽക്കുമ്പോൾ നമ്മൾ 2 കാലല്ലേ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ എടുപ്പ് ഇടുങ്ങുണ്ടായി ഇങ്ങനെ വന്നപ്പോൾ. അപ്പോൾ അവരുടെ
ജനിക്കുന്ന കുട്ടി വരേണ്ട പാളി ഇടുങ്ങിയിട്ടുണ്ട്. പിന്നെ അതേസമയം തല വലിപ്പം വയ്ക്കുകയാണ്. അപ്പോൾ പ്രസവം ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി. പ്രസവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന് വെച്ചാൽ അമ്മമാർ മരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ അവിടെ ഒരു നേച്ചർ സെലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി വളരെ വലുതാവാതെ പൂർണ്ണ വളർച്ച എത്താതെ വളരെ എന്താ പറയുക മുൻപ് ജയിക്കാത്ത പറയില്ല, എന്താ പറയുക പ്രിമേച്ചർ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അതിജീവിച്ചു, അമ്മമാർ അതിജീവിച്ചു. അവർക്ക് പിറന്ന തലമുറയിലും അങ്ങനത്തെ ഈ കുട്ടികൾ വളർച്ച എത്താതെയാണ് ജനിക്കുന്നതൊക്കെ, ആ കുട്ടികളും അതിജീവിച്ചു. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഗുണം സെലക്ട് ചെയ്യപ്പെട്ടു. പൂർണ്ണ വളർച്ച എത്തിയിട്ടാണ് കുട്ടികളൊക്കെ ജനിച്ചിരുന്നത്. നമ്മുടെ എല്ലാ മൃഗങ്ങളുടെ അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം വളർച്ച എത്തിയിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ മനുഷ്യർക്കുള്ള പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ 4 കാലിൽ നിന്ന ഒരു ജന്തു 2 കാലിൽ നിന്നപ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, ആദ്യത്തെ പ്രശ്നം ഈ അവരുടെ ഇടുപ്പ് ഒതുങ്ങി, യോനി നാളം, അതായത് ഈ പ്രസവ നാളം ചുരുങ്ങി. അതേ സമയത്ത് നമ്മളുടെ തലച്ചോറ് തല വലുതുമാണ്. പൂർണ്ണ വളർച്ചത്തിൽ വരുമ്പോൾ ഈ അമ്മമാര് പ്രസവത്തോടൊപ്പം മരിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ മരിക്കാത്ത കിട്ടിയവരെന്ന് പറയുന്നത് വെച്ചാൽ പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടികൾ, ചില കുട്ടികൾ ഇപ്പോഴും ജനിക്കുന്ന പോലെ തന്നെ 6-ാം മാസത്തിലോ 5-ാം മാസത്തിലോ ജനിക്കുന്ന കുട്ടികൾക്കോ പൂർണ്ണമായി വളരാത്തത് കൊണ്ട് ഈ നാളത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞു, പ്രസവിക്കാൻ കഴിഞ്ഞു, അമ്മമാരെ അതിജീവിച്ചു. അങ്ങനെ അതിജീവിച്ചവർ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ആ ഗുണം അവിടെ സെലക്ട് ചെയ്യപ്പെട്ടു. മറ്റേ ഗുണം സെലക്ട് ചെയ്യപ്പെടില്ല വെച്ചാൽ അവർ മരിക്കല്ലേ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് പറഞ്ഞത് എന്ന് കൂടുതൽ പറഞ്ഞത്. അതാണ് നാച്ചുറൽ സെലക്ഷനായിട്ട് അവിടെ വരുന്നത്. അങ്ങനെ വന്നാണ് നമ്മുടെ ഈ കുട്ടികളൊക്കെ പൂർണ്ണ വളർച്ച എത്താതെ ജനിച്ചത് തന്നെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, അതെന്താണ് ഇങ്ങനെ നിലനിന്നത്? സത്യത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്, മനുഷ്യർ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ്. ഈ തല വലുതായി. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത്യാവശ്യം 2.5% നമ്മുടെ ശരീരത്തിൻ്റെ. അത് മറ്റുള്ള ജീവികൾ 1%, 1.5%, 2.5%. മറ്റൊരു കാര്യം അറിയാലോ, നമ്മൾ കഴിക്കുന്നതിൻ്റെ 25% ബ്രെയിനിൻ്റെ വർക്കിനാണ് പോകണമെന്നുള്ളത് അറിയാലോ. ഞാനിതിൽ എഴുതിയുള്ളത് വെച്ചാൽ 4 പൊറോട്ട കഴിക്കുന്ന ആളുടെ 1 പൊറോട്ട അങ്ങനെ തന്നെ തലച്ചോറിന് വേണമെന്ന് പറഞ്ഞത് ശരിയല്ലേ? അപ്പം അത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്താണ് ഉത്തരം? അത് ആ നാച്ചുറൽ സെലക്ഷൻ അവിടെ നിൽക്കട്ടെ. ആ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടികൾ പൂർണ്ണ വളർച്ച എത്താതെ പോലും ജനിച്ചത് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കള്ളക്കഥകളെ പറ്റിയും കെട്ടുകഥകൾ, ഐതിഹ്യങ്ങൾ. എനിക്ക് അടുത്ത കാലത്ത് തോന്നിയ ഏറ്റവും വലിയൊരു കള്ളക്കഥ എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ ഭരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു കള്ളക്കഥയല്ലെങ്കിൽ ഈ ദാരിദ്ര്യമൊക്കെ നമ്മുടെ നാട്ടിൽ അതൊരു കഥയാണ്. കുറെ കൂടിയും കള്ളക്കഥ എന്ന് പറയാൻ പറ്റില്ല, കഥയാണ്.